കളിച്ചൊക്കെ മികക്കി അത് കണ്ട് അപ്പപ്പൻ ചീത്ത പറഞ്ഞു. मालूम नहीं है और हिंदी 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 मालूम नहीं है थोड़ा थोड़ा പുതിയടക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ ബൈ ബൈ ഏട്ടനല്ലേ സ്വാഗതം പറഞ്ഞ പാട് ടാറ്റ ബൈ ബൈ എന്നതാ. ഓൻ സൈക്കിൾ ഓടിച്ച് കളിക്കുക ഇത്. സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ പാട് നീ എന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ആ ടാറ്റ ബൈ ബൈ നീയും പറഞ്ഞോ. ഇപ്പം ഞാനൊറ്റക്കായിപ്പോ രണ്ടുപേരും എന്താ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നേ. ഇതാ ഇതാ എന്നാണ് സൈക്കിള് പഞ്ചറായ നിന്റെ സൈക്കിള് പഞ്ചർ ഇതാ ഇതാ ആക്സിഡന്റ് ആയേ. കുത്തലായ അല്ലല്ല നീ അതിപ്പോ ആക്സിഡന്റ് നീ ആക്കിയത് മണിക്കൂട്ടാ. അത് ചെറിയ വണ്ടീനെ നീ എടുത്ത് കുത്തിയതാണ് അല്ല. മണിക്കൂട്ടാ നീ ബാക്കിലേ പോലടാ മേതുവിന്റെ. മേതു എന്നാ ചെയ്യുന്നത് നിന്നെ മണിക്കൂട്ടൻ? അതാ പറഞ്ഞ നിന്റെ ഫ്രണ്ട്സിനോട് പറ. മേതുട്ടി നീ പറയില്ല, പറഞ്ഞു കൊടുക്ക്. വാ എന്നാ മണിക്കൂട്ടൻ ചെയ്തതെന്ന് പറയാ. സൈക്കിളിൽ വന്ന് മുട്ടിയാ? അതെ ഇവിടെ പരിപാടി രണ്ടാളും കൂടി അടി. ആ അതിന് ഇപ്പം വലിയ സൈക്കിൾ എടുത്തിട്ട് ഓളെ കുത്തി എന്നാ പറയുന്നത്. ഇതാ സൈക്കിളിന്റെ അടി പ്രിയ കുട്ടീനും പറഞ്ഞിട്ട് എന്തിനാ മേതൂടെ അടിയായി? അത് മണി എന്റെ സൈക്കിളിൽ മുട്ടിച്ചു. മുട്ടിയോൻ എന്നാ രണ്ട് കൊടുത്താലോ? നമുക്ക് മണീന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ടാലോ? കാറ്റഴിച്ചു വിട്ടാലോ മണീന്റെ സൈക്കിളിന്റെ? അല്ലെങ്കിൽ ഓനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കാം. ഇവരിപ്പൊ ഇങ്ങനെയെല്ലാം പറയും. ലാസ്റ്റ് എന്നിട്ട് ശ്രീനാട്ടൻ വന്നിട്ട് ഓൻ എന്തെങ്കിലും പേടിപ്പിക്കോ ചീത്തോരെ ചെയ്യുമ്പോൾ ഇവൾ ആളാകെ മാറും. ഇവളെ തല്ലിയല്ല നമ്മക്കായിരിക്കും. അതുകൊണ്ട് ഇവക്കെന്തും പറയാമോനാ, ഇവക്ക് ഏട്ടനെന്തും പറയാം. പക്ഷെ വേറെ ആള് പറഞ്ഞു നമ്മളാരെങ്കിലും തൊടാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കളി മാറും. അതുകൊണ്ട് ഇവരെ പ്രശ്നത്തിൽ ഇടപാടാണ്ടിരിക്കുന്നല്ലത് അല്ലേ? അപ്പൊ അച്ഛൻ മണീനെ ചെയ്യുമ്പോ അടി കൊടുത്താല് ആരോടാ മേതു ദേഷ്യപ്പെടുവാ? ഒന്നും വേണ്ട പറഞ്ഞു. ഇങ്ങോട്ടാ വാ ഇതാ ഈനക്കൊണ്ടില്ല അച്ഛൻ നോക്കൊണ്ട് അച്ഛ തല്ലിടൽ ഈനക്കൊണ്ട് ഇതാ നിന്നതാ സൈക്കിൾ ഈനക്കൊണ്ട് അച്ഛ തല്ലിടലും ആരിക്കാ ഇവിടെ തരുവാ? എനക്കാ? എന്റെ അമ്മേ, അച്ഛനെ അങ്ങനെ അടിക്കാൻ പാടില്ല മോളെ. എനിക്ക് ഞാൻ ഫ്രൂട്ടി മേടിച്ചു തരില്ലേ? ഇല്ല, ഫ്രൂട്ടി മേടിച്ചെന്നാ പിന്നെ അടിയില്ല. പ്രിയന്റെ കൈക്കൊന്നും നീ അമ്മേന്റെ കൈ അടിച്ച് പൊട്ടിച്ചു അല്ലേ? ഇതെന്നെ ചെയ്യണ്ട നീ. ആ ദേഷ്യം കൊണ്ടാണല്ലേ അത്. അതെ, ബ്ലോഗ് പിടിക്കാനും പോയി. മണിക്കൂട്ടന്റെ ഒരു ഞായറാഴ്ച ഒരു ഡാൻസ് ക്ലാസ്. മണിക്കൂട്ടിന് ഞായറാഴ്ച തിരക്ക് പിടിച്ച ദിവസം. അയ്യോടാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരക്കുണ്ടായിട്ടില്ല. ഉച്ചക്ക് 2 മണിക്ക് പോയതേ ഉള്ളൂ. 2 മണിക്ക് പോയെന്ന് ഷോർട്സ് ആകെ ഒരു 10. ഹിന്ദി പഠിച്ച മണിക്കൂർ അന്നത്തെ ഹിന്ദി എന്തായി? കഴിഞ്ഞ ബ്ലോഗിലല്ലേ വരെ എത്തി. പെട്ടെന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളവരോടെല്ലാം സംസാരിക്കാൻ. ശംഭു അതിനോടെല്ലാം സംസാരിക്കാണ്ട് നമ്മളുടെ അടുത്ത പണിക്ക് വരുന്നേ. അവര് ഹിന്ദി എന്ന് പറഞ്ഞാലേ എനക്ക് ഹിന്ദി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളം
മലയാളം പറയല്ലേ അന്നേരം? അതിപ്പോ എല്ലാം അങ്ങനെ തന്നെ. നമ്മൾ പറയോ ഇവന് അവരിപ്പോ ഹിന്ദിക്കാരെല്ലാം മലയാളം പഠിച്ചു. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഹിന്ദി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ അല്ല നീ പിന്നെല്ലാം പറയുന്നുണ്ട് പ്രിയ. ഇന്ന് പ്രിയ ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു വീട്ടില് പണിയുണ്ടായിനെ. അപ്പൊ ഒരു ഹിന്ദിക്കാരനെ വന്നത് നമ്മുടെ അടുത്തില്ല ഒരാള്, ശംഭുവായി വന്നു. അപ്പൊ പ്രിയ എന്നാന്ന് ചോദിച്ചത് ഹിന്ദി എന്തോ വേണമെന്ന് പറയുമ്പോ നീ എന്നാ അവരോട് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹിന്ദിയിൽ? നീ ചോദിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. എനിക്ക് അത് പൊട്ടത്തിട്ട് പറയാനൊക്കെ മടിച്ചതല്ലേ നീ എന്നോട് ഇപ്പൊ പറഞ്ഞത്. എന്നാ എനക്ക് മറന്നു പോയിട്ടാണ്. എന്തോ അവരോട് എന്തോ കൊത്തുമ്പാറ്റം ആടെ ഒരു വാഴേന്റെ ഇതുണ്ട്, ആടെ മണ്ണ് എന്താ പറഞ്ഞേ അത് അത്രയൊന്നും കളിച്ചിട്ടുണ്ടേ. ഞാൻ പ്രിയോട് പറഞ്ഞു അതിൽ പകുതിയെ കളിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ പ്രിയക്ക് ഇത് അയാളോട് പറയാൻ പറ്റുന്നില്ല. അതിന്റെ പ്രിയ എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കുറച്ച് കളിച്ചിട്ടാ മതി. അവര് എന്നോട് ചോദിച്ചു എന്നാ കുറച്ച് ഇംഗ്ലീഷ് എന്തോ മിക്സ് ചെയ്തിട്ടേ ഇല്ല. അതെന്നാ മിക്സ് ചെയ്തിനി അവർക്കൊന്നും തിരിയുന്നില്ല. എന്നിട്ട് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അത് വാഴ തന്നെ, വാഴ വെട്ടട്ട് ചോദിച്ചു. ഞാൻ വെട്ടണ്ട, ഓ വെട്ടല്ലേ അങ്ങനെ എന്തോ പറഞ്ഞു. നമ്മുടെ നോ 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 എന്നാക്കി. കോമഡിയാണ് പ്രിയന്റെ ഹിന്ദിക്കാരെല്ലാം സംസാരം കാണാൻ. അപ്പൊ നീ വേഗം നീ പഠിക്ക്. എടാ ഇവളെയും കൂട്ടി ഇരുത്തിക്കൂടെ ഈ ക്ലാസ്സിലേക്ക്? ഈ പറഞ്ഞാല് സംസാരിക്കാൻ പറ്റുന്ന ആരാ പറഞ്ഞേ? പറഞ്ഞോ ചോറ് കഴിച്ചു കഴിഞ്ഞാല് ശംഭുവായി ഇഴുകാൻ പോന്നേ. അന്നേരം അമ്മേനോട് എന്തോ ശംഭുവായി പറഞ്ഞു. അന്നേരം അമ്മ എനക്കും മനസ്സിലാവുന്നില്ല കേട്ടോ ഹിന്ദി മാലു നെയ്യ്. ഹിന്ദി മാലു നെയ്യ് തോടാ തോടാ. അല്ല ഞാൻ ഇനിയിപ്പം വിഷമിച്ച് ഹിന്ദി പഠിക്കുന്നതിനെക്കാളും നല്ലത് ഹിന്ദിക്കാരിൽ ഇപ്പൊ മലയാളം പറയുന്നുണ്ട്. എങ്ങനെയാ പറയല്? മലയാളം അറിയോന്ന് ഇപ്പുറത്ത് നമ്മൾ പറയുമ്പോ അവര് പറയും മലയാളം മാലും മാലും. നീ അല്ല നിന്റെ ബുദ്ധിമുട്ട് കണ്ട് പറയുന്നതാണ്. ഇനിയിപ്പോ എല്ലാരും എന്നോട് ചോദിക്കുവാ ഇയാൾക്ക് പറയാൻ അറിയാം. എനക്ക് തൊടാ തൊടാ മാലും. ശ്രീനാടിന് ഹിന്ദി അറിയാം. ഇവര് കുറെ നാളും പുറം രാജ്യങ്ങളിലായതുകൊണ്ട് ഹിന്ദി ഇംഗ്ലീഷ് അറബിക് എന്ത് അല്ലേ? ഹിന്ദി ഇംഗ്ലീഷ് അറബിക് അങ്ങനെയൊന്നുമില്ലപ്പാ. ജീവിക്കാൻ വേണ്ടിട്ട് ജീവിക്കാനുള്ള ലാംഗ്വേജ് അറിയാം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി അത് ഗതികേട് കൊണ്ട് പഠിച്ചു പോയതാണ്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഹിന്ദി അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, ഇംഗ്ലീഷ് അറിയാം, ജപ്പാൻ അറിയാം, കില്ലു അറിയാം. ഇതെല്ലാം പറയാനറിയാം. അതെ ഹിന്ദി ഇംഗ്ലീഷ് ജപ്പാൻ എന്നൊക്കെ പറയാനറിയാന്നാ പറഞ്ഞല്ലേ? മതി, ഇനി നിന്നെ കാണിക്കുന്നില്ല. മറന്നുപോയതാണ്. ഓ വന്നിട്ട് ഇപ്പൊ 8 വർഷമായിട്ടു. അല്ല ജനിച്ചിട്ട് 8 വർഷമായിട്ടു. മറന്നുപോയതാന്ന്. 80-ആം വയസ്സിന്റെ പറച്ചിലാ പറയുന്നത്. എന്നാ 90-ആം വയസ്സിന്റെ പറച്ചിലാ പറയുന്നത്. 9 വർഷമായി അത്ര. ഇവിടെ ഒരാൾ ഒറ്റക്ക് കളിക്കുന്നുണ്ട്. നോക്കടാ എന്ത് നല്ല കുട്ടിയാ നോക്കിയേ. എന്താ നമ്മളെ കളിക്കുന്നത്? ഡാൻസ്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. അത് കണ്ട് അപ്പൻ ചീത്ത പറഞ്ഞു. ഉണ്ടാക്കിയ ലിസ്റ്റിക്ക് തേച്ചു മിഴക്കി. അത് കണ്ട് അപ്പ ഉണ്ടാക്കിയ ലിസ്റ്റിക്ക് തേച്ചു മിഴക്കി. അത് കണ്ട് അപ്പൻ ചീത്ത പറഞ്ഞു. പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയ ലിസ്റ്റിക്ക് തേച്ചു മിഴക്കി. ആദ്യം മുതൽ ഇതാക്കിയ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തേച്ചു മിനുക്കി. ഉണ്ടത്തല്ല ചുണ്ടത്ത്. ഉണ്ടാക്കിയ ലിസ്റ്റിക്ക് ഉണ്ടാക്കിയ ലിപ്സ്റ്റിക്ക്. ഇത് നമ്മളെ പാട്ടാ നല്ല മോളെ. പാട്. ഉണ്ടാക്കിയ ലിസ്റ്റിക്ക് തേച്ചു മിഴക്കി. അത് കണ്ട് അപ്പൻ ചീത്ത പറഞ്ഞു. പിടുത്തിട്ടാണ് ബാക്കിയുള്ള സാധനം പിടുത്തിട്ടാണ് വിളക്കും കത്തിച്ചു ലൈറ്റും കത്തിച്ചു.
ഇനിയിപ്പോ ആയില്ലേ വലിയ ലീവ് ആവാൻ, എക്സാം ആവാനായില്ലേ? അതും കൂടെ കഴിഞ്ഞ് വെക്കേഷൻ ആവും. ആ പിന്നെന്നാലും പറയുന്നിട്ട് ഞാൻ വിചാരിച്ച എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ പാടൊന്ന് നരിക്കോടേക്ക് പോകണം. അവിടെ എന്താണെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഒരു ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അല്ലേ, അവരൊരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അമ്പലങ്ങൾ 3 ദിവസം ട്രെയിനിൽ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തും. അപ്പൊ നാളെ പോവാനാ നിന്നിനി. കുറെ അമ്പലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛനും അമ്മയും പോകുന്നുണ്ട്. അതെ, അപ്പൊ അമ്മേരെ ഡ്രസ്സെല്ലാം അന്നേരം ഇവിടെ വന്ന സമയത്ത് ചുരിദാറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് നാളുടെ അമ്മ നിന്നിട്ടുണ്ടായിരുന്നു, അമ്മ അച്ഛനും. അപ്പൊ ആ ഡ്രസ്സെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ? ഡ്രസ്സെല്ലാം വേണ്ട, നല്ല 2 ചുരിദാർ പോകുമ്പോ എടുക്കാൻ വേണ്ടിട്ട് അത് അങ്ങോട്ട് പോകുമ്പോ ഒന്ന് എടുക്കാൻ പറഞ്ഞിനി. അതുകൊണ്ടല്ല, എന്തായാലും പോകുന്ന കൂട്ടത്തിൽ അതും അവിടെ കൊടുക്കണം. അതെ, അപ്പൊ ഇനിയിപ്പം വേഗം പോവാന്ന് പറഞ്ഞുകൊണ്ട് കാത്തിക്കുന്ന് ഇവര് രണ്ടാളും. അറിയില്ല, മേത് പോകുന്നില്ല ഒന്നും. നീ വരുന്ന അച്ഛൻ നരിക്കോട് പോയിന്ന്. സ്നേഹപ്രകടനം രണ്ടാളും പോന്ന് പറഞ്ഞ സ്നേഹപ്രകടനം. മതി ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയണം. ഇതാ ഇപ്പൊ ഓളെ എന്തെങ്കിലും സാധനം കൈമിലുണ്ട് നോക്കെ എന്തേലും ഓള് മല്ലനെ വന്ന് സോപ്പിടും. തരൂലോട്ട് അങ്ങനെല്ലാം പറയും. ഇവളെ കൈമിൽ സാധനം ഉണ്ടെങ്കിലേ ഞാൻ പോയി ചോദിച്ചാ പറയും ഇട്ടെന്നാ ഞാൻ എടുത്തരൂലേ. ഇനിയിപ്പൊ സ്നേഹപ്രകടനം തന്നെ. മതി രണ്ടാളും കൂടി ഇത് പറ ഇവിടെ പറ. മേതു നീ അങ്ങനെ ചെയ്യണ്ട, ഇനി വെറുതെ അങ്ങനെ പറയാൻ പാടില്ല കേട്ടാ. മേതുന മതിയുടെ ചേടാ നരിക്കോട് പോകാൻ സമയമായി. അതെ, അപ്പൊ ഇവരെല്ലാം കുളിപ്പിച്ചെടുക്കണം അത്രയൊന്ന്, എന്നിട്ട് വേണം കൂട്ടി പോകാനായിട്ട്. പിന്നെ അവിടെ കളിക്കാൻ ഇഷ്ടം പോലെ പിള്ളേരുണ്ടേ. പോകുന്ന വരെ ഭയങ്കര ഇതായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ 2 പിള്ളേരുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് 2 പിള്ളേരുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് ഇവളാകെ മാറും. അപ്പൊ ഇന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വാശിയൊന്നും പിടിക്കൂല, കളിച്ചാടും വരുന്നെല്ലാം. അല്ലെ, പ്രോമിസ് ചെയ്തിട്ടേ. അമ്മ വിളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് താക്കോലം മേടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാക്കിനി. അതാ പറയുന്ന ഒന്നും മേടിക്കൂല എന്നല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്നെല്ലാം പറയാറാ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാം ചെയ്യണം. നല്ലൊരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.